നമസ്കാരം. ഇന്ന് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വിപ്പിംഗ് ക്രീമും കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉള്ളത്. ഇതിനായിട്ട് ഒരു ചെറിയ കപ്പിൽ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്രീം ഒന്ന് സ്റ്റിഫാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ജാറൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്തിരിക്കണം. എന്നിട്ട് അതിലടിച്ചെടുത്ത ക്രീം ഇങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടും. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് ചെറുതായിട്ടുള്ളൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ചോക്ലേറ്റ് സിറപ്പ് കിട്ടും. ഇതെന്നിട്ട് ഈ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കവറിലൊന്ന് കവർ ചെയ്തിട്ട് ഒരു 8-10 മണിക്കൂർ നമ്മൾ ഫ്രീസറിലൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. ഇതിപ്പോൾ ഞാനൊരു 6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ചുമ്മാ ഡെക്കറേഷന് വേണ്ടി നേരത്തെ ഈ ചോക്ലേറ്റ് സിറപ്പിൻ്റെ ബാക്കി വന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.